നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം. മേ ബി നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷൻ്റെ റീസൺ കൂടുതൽ പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ദാറ്റ് മീൻസ് അവരുടെ ലൈഫിൽ മറ്റൊരു കാര്യത്തിലേക്കും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കൂടി കഴിയുന്നില്ല. ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നാലും നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും അവർക്ക് എന്താണ് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അത്രയധികം ഈ വ്യക്തി ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. മേ ബി ആ ഒരു സാഹചര്യം എത്രത്തോളം വലുതാണെന്നുള്ളത് നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. മേ ബി നിങ്ങളെ പലതരത്തിൽ അവർ അവഗണിക്കുന്നുണ്ടാവും. പക്ഷെ അത്രയും മനസ്സിനെ കഠിനകരമാക്കി അത്രയും ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷനിലൂടെ തന്നെയാണ് അവർ നിങ്ങളെ ഒഴിവാക്കുന്നതും നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം വലുതാണ്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് അവർ കാണുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അത്രയും അറ്റാച്ച്മെന്റ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, ഒരുപാട് ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അത്രയും ഇൻറ്റ്യൂഷൻസ് ഒക്കെ ഈ വ്യക്തിക്ക് ഉള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അതേ ഫീലിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഒരുപാട് എക്സ്പീരിയൻസുകൾ, അതായത് നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയം ഈ വ്യക്തിയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരിക, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ പല തവണയും സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു എന്താണ് ആത്മബന്ധത്തിൻ്റെ ആഴത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു സമയം നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും അവർ നിങ്ങളോട് ഒരുപാട് സംസാരിക്കണമെന്ന് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ നിമിഷവും അതിനുള്ള ഒരു സാധ്യതകളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാനോ ഉള്ളൊരു കോൺഫിഡൻസ് ഈ വ്യക്തിക്കില്ല. അതിൻ്റെ ഒരു റീസണും ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിരുന്നൊരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് തവണ ഇനിഷ്യേറ്റീവ്സ് എടുത്തിരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയതായിരിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വേളയിൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ, ഒരു അവസരം അവർക്ക് നൽകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് ഈ വ്യക്തിയിൽ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ എന്ത് തന്നെയായിരുന്നാലും നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് ഒരു പോസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഈ പേഴ്സണെ കുറിച്ച് ഓർക്കുമ്പോൾ ഫീലിങ്സ് ഉണ്ടാവുന്നത്, ആ സെയിം ഫീലിംഗ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുന്നത് മനസ്സിലാക്കുക. കൂടുതൽ പേരും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഒരു സെപ്പറേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങളുടെ ഡിസ്റ്റൻസ് എത്ര നാളുകളായിരുന്നാൽ പോലും ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ആഴം ഒരിക്കലും കുറഞ്ഞു പോകുന്നതല്ല. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. മേ ബി ഈ ഒരു സെപ്പറേഷൻ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നൽകിയിട്ടുള്ളതായിരിക്കാം. കാരണം നിങ്ങളുടെ ആ ഒരു വാല്യൂ ഈ വ്യക്തി മനസ്സിലാക്കാനും ഈ വ്യക്തിയുടെ സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ പരസ്പരം പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ ആയിരിക്കാം പലർക്കും ഇതെന്ന് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്ത് അമിതമായിട്ട് ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ഒരുപാട്
ഒരുപാട് തടസ്സങ്ങളുണ്ട്. പക്ഷെ എങ്കിലും പോലും ഇത്രയും ഒപ്പോസിഷൻസ് അല്ലെങ്കിൽ ഇത്രയും തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും അവർ മറ്റൊരു മാർഗം അവർ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മേ ബി ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങൾ അറിയാതെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് വ്യക്തികളിലൂടെയോ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. കാരണം അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഏഞ്ചൽ മെസ്സേജാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ ലൈഫിന് ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒരു എന്താണ് ഒരു ഗോളത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ്. അതായത് ആ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ചിരുന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ രണ്ടു പേർക്കും പരസ്പരം മിസ്സിംഗ് പീസസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾക്കിടയിലുള്ളത്. ആ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് വളരെയധികം ആഴമേറിയതാണ്. അത്രയും ഒരു ഇന്റൻസിറ്റി ഈ റിലേഷൻഷിപ്പിന് ഉണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എത്രത്തോളമാണ് നിങ്ങളെ പരസ്പരം മിസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു എനർജി വളരെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് അവർക്കൊരു സന്തോഷം ഉണ്ടാവുന്നത്, അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് എന്ന് അവർ നിങ്ങളോട് പറയാണ്. ആൻഡ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. നിങ്ങളെ വിട്ടുപിരിഞ്ഞ ആ ഒരു ദിവസമാണ് അവരുടെ ലൈഫിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ എന്ന് അവർ പറയുകയാണ്. ആൻഡ് ഐ ജസ്റ്റ് ഫീൽ സോ മച്ച് ഫോർ യു, ഐ വുഡ് ലൈക്ക് ടു കം ടു യു ബട്ട് ഐ ഫിയർ യു വിൽ നെവർ ഫർഗീവ് മീ. ഓക്കെ, നമുക്ക് ആ ഒരു റീഡിങ്ങിൽ കിട്ടിയ അതേ ഒരു കാര്യം തന്നെയാണ് മെസ്സേജസിലൂടെയും ആ വ്യക്തി പറയുന്നത്. അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് നല്ല നല്ല ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഭയമുള്ളത് അവരോട് നിങ്ങൾ ക്ഷമിക്കുമോ എന്നുള്ള ഒരു കാര്യത്തിലാണ്. അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ. ഓക്കെ, അവർക്ക് ഒരുപാട് സോൾ കണക്ഷൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് I hope the future will bring us together because I love you more than you know. ഓക്കെ, അവർക്ക് പ്രതീക്ഷയുണ്ട് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരും എന്നുള്ള കാര്യത്തിൽ. അത്രയും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവാം.